വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മൾ വിഷ്വലൈസിംഗ് സോളിഡ് ആൻഡ് ഷേപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. യെസ്, ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ് നെറ്റ്സും ഷേപ്സും അല്ലേ. അതായത് ഷേപ്സ്, നെറ്റ്സ് നമുക്ക് തന്നിട്ട് ഇത് ഏത് ഷേപ്പിലേക്കാണ് എന്ന് മാച്ച് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കത് നോക്കാം അല്ലേ. ഏതൊക്കെ ഷേപ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടത്? നമുക്ക് ക്യൂബ് തന്നിട്ടുണ്ട്, സിലിണ്ടർ തന്നിട്ടുണ്ട്, കോൺ തന്നിട്ടുണ്ട്, പിന്നെ ഒരു പിരമിഡും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നെറ്റ്സിനോട് നമ്മൾ മാച്ച് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് അതിന്റെ നെറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്താടാ, ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിലൂടെ അതിനെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് എന്ന് മാച്ച് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ക്യൂബാണ്. ക്യൂബിന്റെ നെറ്റ് ഏതായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം ക്യൂബിന് എത്ര ഫേസസ് ആണ്. 1 2 3. ഇതിന്റെ ബാക്കിലല്ലേ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫേസ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫേസ്, താഴത്തേനും ഓപ്പോസിറ്റ് ആയിട്ട് മേലൊരു ഫേസ്. അങ്ങനെ 6 ഫേസ് ആണ് ടോട്ടൽ നമ്മുടെ ക്യൂബിന് ഉണ്ടാവുക അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 6 ഫേസിലുള്ള ഒരു നെറ്റ് ഏതാണ് ഇതില്? 1 2 3 4 5 6. യെസ്, ഇതാണ് നമ്മുടെ ഷേപ്പ്. സോ ക്യൂബ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് സെക്കൻഡ് വണ്ണിലേക്കാണ്. ഇതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ഏതാണ്? സിലിണ്ടർ ആണ് അല്ലെ. അപ്പൊ സിലിണ്ടറിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഏതിലേക്കാണത്? നിങ്ങൾ നോക്കിക്കേടാ, ഇതിലേക്കല്ലേ നമ്മൾ സിലിണ്ടറിനെ മാച്ച് ചെയ്യേണ്ടത്. യെസ്, ഇതാണ്. കോണോ, കോണിനെ നമുക്ക് ഇങ്ങോട്ടേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. ഈ പിരമിഡിനെ ഇങ്ങോട്ടുമാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാലോ. സെറ്റ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ഇഫ് 2 ക്യൂബ്സ് ഓഫ് ഡയമെൻഷൻസ് 2 cm by 2 cm by 2 cm are placed side by side, what would be the dimension of the resulting cuboid be? 2 ക്യൂബ്സ് ഉണ്ട്. ആ ഓരോ ക്യൂബിന്റെ ഡയമെൻഷൻസ് എന്താണ്? 2 cm 2 cm 2 cm. അതായത് L 2 cm, L 2 cm, B 2 cm, H 2 cm എന്നുള്ള ഒരു ക്യൂബിലെ 2 ക്യൂബ്, അങ്ങനെ 2 ക്യൂബ്സിനെ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിങ് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യൂബോയിഡ് കിട്ടില്ലേ. റിസൾട്ടിങ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? റിസൾട്ടിങ് ആയിട്ട് നമുക്കൊരു ക്യൂബോയിഡ് ആണ് കിട്ടുക. അപ്പൊ ഈ ക്യൂബോയിഡിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയായിരിക്കും? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 2 ക്യൂബ്സിനെ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇതാ നിങ്ങൾ നോക്കിക്കേ, ഓരോ സൈഡും അല്ലേ, ഓരോ ലെങ്ത്തും 2 cm, ബ്രെഡ്ത്ത് 2 cm, ഹൈറ്റ് 2 cm, അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ 2 അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്താവടാ? ഇവിടെ വരെ 2 cm, ഇവിടെ വരെ 2 cm. അതായത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? L will be equal to 4 cm. ബ്രെഡ്ത്ത് എന്തായിരിക്കും? അതെ, ബ്രെഡ്ത്ത് ഒബ്വിയസ് ആയിട്ട് 2 cm ആയിരിക്കും. ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റും ഇതല്ലേ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്നതും 2 cm ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.